ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഞാൻ ഒട്ടും വിചാരിച്ചതല്ല എനിക്ക് എൻ്റെ ലാസ്റ്റ് വ്ളോഗ് വന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച ആയപ്പോഴേക്കും ഒരുപാട് പേര് കണ്ടു. ഭയങ്കര സന്തോഷം. അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി പ്രാവുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയായിരുന്നു, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിനെ കൊണ്ട് തന്നെ പറയിച്ചിട്ട് വീഡിയോ ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടി അമർത്തിയാൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ചിലപ്പോൾ വോയിസിൻ്റെ പ്രശ്നം കുറച്ച് വരും. കാരണം പുള്ളി അതിനോടൊപ്പം പറയുന്നത് കൊണ്ട് പ്രാവുകളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് സൗണ്ട് കേൾക്കുന്ന കറക്റ്റായിട്ട് വരുന്നില്ല. ഹായ്, നമസ്കാരം. ഞാൻ ഷിഹാബ്. എൻ്റെ സംരംഭമാണ് റോയൽ സ്റ്റാർ ഏവിയറി. അതിൻ്റെ ഒരു പീജിൻ ഫാമിലാണ് ഈ സംരംഭം ഇന്നിവിടെ തുടങ്ങാനുള്ളത്. ചെറുപ്പകാലം മുതൽ എല്ലാവരും ഈ പ്രാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാവരും ചെറുപ്പത്തിലെ തന്നെ അതിനോടൊരു ഇഷ്ടവും സ്നേഹവും അതിലൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പകാലത്തൊക്കെ വളർത്തിയിരുന്നു. പിന്നെ കുറച്ച് നാൾ വിദേശത്തായിരുന്നു. അതിനുശേഷം വന്ന് നാട്ടിൽ സെറ്റിലായി. ഇതിനായിട്ട് ഈ ഫാൻസി പീജിയൻ റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ചെറുപ്പത്തിലെ നമുക്കുണ്ടായിരുന്ന അതിനോടുള്ള സ്നേഹവും അതിനുള്ള താല്പര്യവും നമുക്ക് നമ്മളൊരു പാഷനായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ലാസ്റ്റത്തെ ഒരു 5 year ആയിട്ട് വീട്ടിൽ കുറച്ച് ഫാൻസി പീജിയൻസ് ചെയ്തിരുന്നു. അപ്പം അതിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ഏതൊരു സംരംഭത്തിലും അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിലും തുടക്കത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഈ പരിചരണം, അതിനെക്കുറിച്ചുള്ള പരിപാലനം എങ്ങനെയായിരിക്കണമെന്നും അവയ്ക്ക് വേണ്ട തീറ്റ ക്രമീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം അത് തന്നെയായിരുന്നു മുഖ്യമായിട്ടും നമ്മൾക്ക് വീഴ്ചയുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്ലബ്ബുകളുണ്ട്, അസോസിയേഷനുകളുണ്ട്, അവരുടെ ഷോകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അതിനോടൊപ്പം അതുപോലുള്ളൊരു കൂട്ടായ്മകളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളായാലും അതുപോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഞാനും ഒരു മെമ്പറായി തുടക്കത്തിൽ അങ്ങനെ പഠിച്ച് നല്ല രീതിയിൽ എത്തിയതിന് ശേഷം നമുക്കൊരു കോൺഫിഡൻ്റ് ആയതിനു ശേഷമാണ് 2018 ഡിസംബർ 28 എൻ്റെ ഈ പുതിയ ഫാം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. തികച്ചും ഇതൊരു ലൈസൻസ്ഡ് ഫാമാണ് എന്ന് പറയുമ്പോൾ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മളുടെ പൊല്യൂഷനായാലും മറ്റുള്ള എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ചുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഫാമിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളും കണ്ടറിയാം. സാധാരണ നമ്മളൊരു ചെറിയൊരു ഷെഡിൽ പ്രാവ് വളർത്തിയിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ഹൈറ്റ് കൂടിയെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നമ്മളെ പെറ്റ്സ് ആൻഡ് റൂൾസ് അനുസരിച്ചിട്ട് ഇവരെ വളർത്തണമെങ്കിൽ ഇത്ര ഹൈറ്റ്, മിനിമം ഹൈറ്റ് ഒക്കെ ഗവൺമെൻറ് നമ്മളോട് പറയുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഈ ഫാം ചെയ്തിട്ടുള്ളത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തി നിൽക്കുന്നു. ഇതിനു മുമ്പത്തെ ഒരു ചെറിയൊരു ഭാഗത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാമിനെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദീകരിക്കാനാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. തുടക്കക്കാർക്ക് മനസ്സിലാക്കാനും അത് നമ്മൾക്ക് ഏത് രീതിയിൽ നമ്മൾ ഈ പ്രൊഫഷനെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് നമ്മൾക്ക് ഉണ്ടാവുന്ന രീതി ചെയ്തിട്ടുണ്ട്. ഇതാണ് റോയൽ സ്റ്റാറിൻ്റെ പീജിയൻ ഫാം. ഈ കാണുന്ന ഷെഡ് ഇതിനൊരു 4-5 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വരുന്ന ആദ്യത്തെ ഭാഗം നമ്മുടെ സെലക്റ്റീവായിട്ടുള്ള ബേഡ്സുകളെ, നമ്മളുടെ ഈ കീപ്പ് ചെയ്യുന്ന ബേഡ്സുകളെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾക്കൊരു ഷോ കേജസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രീഡിങ് സീസൺ ആയതുകൊണ്ട് നിലവിലതിലൊന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ബ്രീഡിങ്ങിന്. അതുപോലെ തന്നെ ഈ കാണുന്ന കേജുകൾ ഇത് നമ്മൾ ഓഫ് സീസണിലൊക്കെ ചെയ്യുന്നത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോളനി ബ്രീഡ് റൂമുകളാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ബ്രീഡിന് ശേഷിച്ചിട്ടുള്ള യങ്സ്റ്റേഴ്സിൽ കുറച്ച് ബേഡ്സുകൾ, പിന്നെ അതാണിപ്പോൾ ഇവിടെ കുറച്ച് ബാലൻസ് ഉള്ളത്. അതും അപ്പുറത്തുള്ളതും അതുപോലെ തന്നെ ഒരു കോളനി സെറ്റുള്ളത് ഒരു റൂമാണ്. അവയ്ക്ക് കുളിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഇവിടെ കാണുന്ന ഒരു പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഓപ്പണാക്കി അതിൽ ട്രേ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 വീക്കിൽ നമുക്ക് ചെയ്യാം.
അത് ചെയ്യുന്നതിലുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാവുകളിലുള്ള എല്ലാവരും പറയുന്നൊരു സംഭവമാണ് പ്രാവുകളുടെ ഈ ഒരു ഡാൻഡ്രഫ് പോലത്തുള്ള പൊടികൾ, അവയുടെ പൊടിപടലങ്ങൾ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, പിന്നെ അത് വളർത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഈ ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് ഇതുപോലുള്ള കുറച്ച് ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ അവയെ കുളിപ്പിക്കുന്നത് കിട്ടും. ഒന്നുമില്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതില്ലാതെങ്കിൽ ബാത്ത് സാൾട്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് അതിൻ്റെ ഒരു പൗഡർ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അത് അനുവാദികമായിട്ട് യൂസ് ചെയ്ത് അവയ്ക്ക് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നല്ലത് ഈ ഒരു ഫോളോ അപ്പ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ ബേഡ്സിൽ നിൽക്കുന്നുണ്ട്. ഡാൻഡ്രഫിൻ്റെ ഒരു പൊടിയുടെ ഒരു കുറവുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങളോ കോളനി ബ്രീഡിംഗ് സിസ്റ്റം എന്ന് പറയും. നമ്മൾക്ക് പ്രാവുകളെ അവരെ സ്വന്തം ഇഷ്ടത്തിന് വിട്ട് വളർത്തുന്ന രീതി, അവ തന്നെ മുട്ട വെക്കുകയും ഒരു പരിധിവരെ അവരെ തന്നെ കുട്ടികൾ നോക്കുന്നൊരു രീതി. ഈ ഫാൻസി കിച്ചൻസിലുള്ള സംഭവം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ അവർ യങ്സ്റ്റേഴ്സ് 1 to 2 year വരെ സാധാരണ അവയുടെ മുട്ടകൾ അവർ മാറ്റി വെച്ചിരിക്കുന്ന സിസ്റ്റം സൗകര്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടുവാനും നമ്മുടെ അതിനൊരു പരിസരം. ഇതാണ് നമ്മളുടെ ബ്രീഡിംഗ് റൂം. നമ്മളുടെ ബ്രീഡിംഗ് സ്റ്റോക്കുകൾ നമ്മൾ സെറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യിക്കുന്ന ഒരു ബ്രീഡിംഗ് ഏരിയ. ഇതിലുള്ള ഇതൊക്കെ മുട്ടയിട്ടതിന് ശേഷം നമ്മൾ ഈ ആയപ്രാവുകൾക്ക് മാറ്റി വെക്കുന്ന രീതിയാണ്. ഇത് കിങ് പീജിയൻ. ഈ നമ്മൾ മറ്റേ ഏതൊരു പ്രോഡക്റ്റിലുള്ള പോലെ തന്നെയും ബേഡ്സുകളിലും ഒരു അപ്ഡേഷൻ. നമ്മൾ ഈ കിങ് പീജിയിൽ തന്നെ ഇപ്പോൾ ഷോക്കിംഗ് എന്ന് പറയും. ഷോക്കിംഗ് നമ്മൾ അതിൻ്റെ സ്റ്റാൻഡിങ്, അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസം. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഇപ്പോൾ 5000 രൂപക്ക് 50,000 രൂപക്ക് അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഏത് പുതുമ പുതുമ അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വ്യത്യാസമനുസരിച്ച് തന്നെയാണ് ബേഡ്സുകൾക്ക് വില പറയുന്നതും അവരെ ക്വാളിറ്റി അനുസരിച്ച് തന്നെയാണ്. ഇത് ഇംഗ്ലീഷ് ട്രംപറ്റർ. ഇതൊരു ബ്രീഡ് ട്രംപറ്റേഴ്സിൽ കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് ട്രംപറ്റർ, ജർമ്മൻ ട്രംപറ്റർ, ട്രംപറ്റർ, ഹലോ, ഇത് ഇന്ത്യൻ ഫാൻറ്റെയിൽ. ഇന്ത്യൻ ഫാൻറ്റെയിൽസ് തന്നെ പലതരം സ്വഭാവങ്ങളോട് ചില തോന്നുമെങ്കിലും അതിൻ്റെ സൈസുകളിൽ വ്യത്യാസത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇത് മാക്പി പോട്ടർ എന്ന് പറയുന്നൊരു വിഭാഗത്തിൽപ്പെടുന്ന വീടാണ്. അത് ബ്ലൂ മാക്പി. അതോടൊപ്പം ഈ ഒരു നെക്സ്റ്റ് കേജിലുള്ളത് ഇംഗ്ലീഷ് ഫാൻറ്റെയിൽ. ബ്രീഡിങ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ബാക്ക് ടൈലൊക്കെ കട്ട് ചെയ്ത് വെച്ച് കാണും. അവരുടെ കറക്റ്റായിട്ടുള്ള മീറ്റിങ്ങിനും പ്രജനനത്തിനൊക്കെ ഒരു ഘടകമാണത്. നമ്മൾ സാധാരണ രീതിയിൽ ചില ബേഡുകളിൽ 90-80% ബേഡ്സുകൾക്കും നമ്മൾ അവയുടെ ബ്രീഡിങ്ങിന് ആവശ്യമായിട്ട് സമയങ്ങളിൽ ടൈല് കട്ട് ചെയ്ത് അവർക്ക് വളരെ ഫ്രീ ആയിട്ട് അനുയോജ്യമായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സാധനം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്ക് ടൈലൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. വളരെ വൃത്തിയുള്ളൊരു ബ്രീഡാണ് ഇംഗ്ലീഷ് ടൈല്. അത് അതിൻ്റെ തല ഇങ്ങനെ വളരെ വളഞ്ഞുകൊണ്ടിരി അതിൻ്റെ ടൈലിൻ്റെയും അതിൻ്റെ ബോഡിയുടെയും ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ടൈലൊക്കെ ഒരു വിസറി പോലെ തന്നെ ഫാൻറ്റെയിൽ ഗണത്തിൽ തന്നെ വിടുന്നൊരു വീടാണ് ഇംഗ്ലീഷ് ഫാൻറ്റെയിൽ. ഇതാണ് ബൊക്കാറോ ട്രംപറ്റേഴ്സ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരൊക്കെ ഗുണം സവിശേഷതകളുള്ളത് ഒരു റോസറ്റ്, ഒരു പൂ പോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയും ബാക്കിൽ വളരെ വലിയൊരു ക്ലസ്റ്ററോട് കൂടിയുള്ള നല്ല ബൂട്ട്സും ഒക്കെ ഉള്ളൊരു പേരാണ്. പക്ഷെ അത് നമ്മളെ ഈ നമ്മളെ ബ്രീഡിങ്ങിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് അതെല്ലാം റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് ഒതുക്കി വെച്ചേക്കാണ്. അപ്പോൾ കാണുന്നവർക്ക് അതിൻ്റെ ഒരു ശരിക്കും ഒരു ഫീല് കിട്ടൂല.
എങ്കിലും ഞാൻ ഈ ഒരു സമയത്ത് അതിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. ഇതൊരു ജാക്കബിൽസ് ഫാൻസി ബീച്ചിൽ തന്നെ വളരെ ഫാൻസിയസുള്ളൊരു ബ്രീഡാണ് ജാക്കബിൽസ്. ഒരുപാട് നല്ല നല്ല ക്ലബ്ബുകളും നല്ല നല്ല ഷോകളൊക്കെ നടത്തുന്നത് ജാക്കബിൽസ്. ഇതാണ് ഇംഗ്ലീഷ് കരിയേഴ്സ് എന്നുള്ള ബേഡ്സ്. നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ബേഡാണ്. നോർത്ത് ഇന്ത്യൻസാണ് പൊതുവേ ഇതിനൊരു വളരെ കമ്പക്കാരായിട്ട് തോന്നിയിട്ടുള്ളത്. എങ്കിലും ഇതിൽ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിൽ നോക്കിയാലും ക്ലബ്ബ് ലെവലിലൊക്കെ ഒരുപാട് റെസ്പെക്റ്റഡ് ഓർഗനൈസേഷനൊക്കെ ഇതിൻ്റെ അണ്ടറിലുണ്ട്, ഇതിൻ്റെ പേരിലുണ്ട്. ഇംഗ്ലീഷ് കരിയർ ഇങ്ങനത്തെ വീടുകളുടെ തരത്തിൽ നമ്മളോട് കേസ് ബ്രീഡിനേക്കാൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ 3 കേസോ 4 കേസ് ബ്രീഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സംഭവമാണ്. നേരത്തെ കാണിച്ചത് പ്രോപ്പർ ബ്രീഡിങ്ങിൽ കോളനി ബ്രീഡിങ് സിസ്റ്റം. പക്ഷെ നമ്മൾ ഒരു ബ്രീഡിൽ സാധാരണ ഒരു ബ്രീഡ് നമ്മൾ തുടങ്ങും. ആദ്യമായിട്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ സാധാരണ രീതിയിൽ അവയെ എത്രയും പെട്ടെന്ന് കുറച്ച് കുട്ടികളെ നമ്മൾക്ക് എടുക്കാനും അതിനെ ആവശ്യക്കാർക്ക് കൊടുത്ത് ആ ഒരു സാമ്പത്തികമായ ഭദ്രത വരുത്തുവാനും അതോടൊപ്പം നമുക്ക് ആക്സിഡൻറ്റിലേക്കുള്ള ഇതാണ് ഹംഗേറിയൻ ജയന്റ് ഹൗസ്. ഇതിൻ്റെ ഹംഗറി തന്നെയാണ് ഇതിൻ്റെ ജന്മസ്ഥലം. പാമ്പുകളിൽ തന്നെ നല്ല നീളത്തിലും രൂപത്തിലൊക്കെ നല്ലൊരു സൈസ് ഫീൽ ചെയ്യുന്ന വീടുകളാണ് ജയന്റ് ഹൗസ്, ഹംഗറി ജയന്റ് ഹൗസ്. ഇതും ഹംഗേറിയൻ ജയന്റ് ഹൗസ് തന്നെയാണ്. സാധാരണ ഈ ഷെഡിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 12 അടി മിനിമം ഫീറ്റാണ് ഫ്ലോർ ടു ടോപ്പിൽ. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു 15 അടിയോളം ഹൈറ്റിൽ നിൽക്കുന്നു. വെൻറ്റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ 2 അടി ട്രസ്സിൽ നിന്നും ഷെഡിൽ നിന്നും 2 അടി താഴേക്ക് ഷെഡിന് 4 ഭാഗത്തും എയർ സർക്കുലേഷന് വേണ്ടി വിട്ടിട്ടുണ്ട്. അതൊരു പ്രൊസീജിയറിൽ തന്നെ അവർ പറയുന്നൊരു ഇതാണ്. 40% എയർ സർക്കുലേഷന് കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, കേസ് സിസ്റ്റമാണ് അവർ പറയുന്നത്. എക്സോസ്റ്റിൻ്റെ ഒരു ആവശ്യകത ഇതിൽ ഈ ഒരു ഹൈറ്റ് ഉള്ളത് കാരണം തോന്നിയിട്ടില്ല. എങ്കിലും നൈറ്റ് സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ഈ മാനുവലായിട്ടുള്ള ഈ എക്സോസ്റ്റ്, ഇൻഡസ്ട്രിയൽ എക്സോസ്റ്റ് എന്ന് പറയുന്ന സംഭവം അത് വറക്കുന്നത് കൊണ്ടൊക്കെ ഒരു പരിധി വരെ ചൂടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഫീൽ ചെയ്യാറില്ല. നൈറ്റിൽ ഇത് ആണ് ഫോസ്റ്റർ വേണ്ടി യൂസ് ചെയ്യുന്നൊരു റൂമ്. നമ്മൾ ഫാൻസിൻ്റെ എല്ലാം ഇങ്ങോട്ടാണ് സാധാരണ രീതിയിൽ മാറ്റി വെച്ച് വിരിക്കുന്നത്. ജാക്കബിൻസിൻ്റെ ഒരു കുട്ടിയാണ് ഈ വിരിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു ലാഹോറി എന്ന് പറയുന്ന ബേഡ്സിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ 2 വർഷത്തോളമായിട്ടുള്ള ബേഡ്സുകളൊക്കെയാണ്. ഇത് മുഗി പീജന്, ബർപ്പൻ, ഒരു ഓസ്ട്രേലിയൻസ് എന്നൊക്കെ പറയുന്ന ബേഡ്സിലുള്ള ഈ ഇനങ്ങളാണ് നമ്മൾ ആയപ്പാവിലായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മളൊരു ഫാമിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ, ആയപ്പാവിൽ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവയ്ക്കും അവരൊരു ഫീഡ്ബാക്ക് നമ്മൾ ഫാൻഡേൽസിൻ്റെ കുട്ടികളാണ് അവർ മുഗിയും അതിൻ്റെ ക്രോസ് ബ്രീഡും. സാധാരണ ഇതിലും കൂടുതലായിട്ട് ക്രോസ് ബ്രീഡ് ഉപയോഗിക്കാറുണ്ട്. ഹോമേഴ്സ്, ഹൈബ്ലേഴ്സ്, അതുപോലെ
നമുക്ക് ഈ കൈവിട്ടവരാണെന്ന് തോന്നുന്ന ബേഡ്സുകളൊക്കെ ഈ ഫോസ്റ്ററിങ്ങിനായിട്ട് അല്ലെങ്കിൽ നായ്ക്കളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട്. നമ്മളൊരു പ്രധാന ഘടകമാണ് ഈ ഒരു ബേഡ്സുകൾ. നമ്മൾ എത്രത്തോളം നന്നായി കൺസിസ്റ്റൻസിൻ്റെ നോക്കി അവ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നത്തെയുള്ള നെക്സ്റ്റ് പ്രൊസീജിയറിൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന നമ്മുടെ ഫാമിൻ്റെ തന്നെ അഭിവാജ്യ ഘടകമാണ്. ഇതിൽ നിന്ന് നമ്മൾ കൺസിസ്റ്റൻസി അതേ ഉത്തരവാദിത്തത്തോടെയും അതേ ഒരു സംരക്ഷണത്തോടുകൂടിയാണ് ഇത് നോക്കാറ്. നല്ല രീതിയിലുള്ള പരിചരണം വളരെ അത്യാവശ്യമാണ്. എല്ലാ ദിവസവും ഇതേപോലുള്ള കൂടുതലും കേജുകളിലേക്ക് വന്ന് നോക്കി കുട്ടികളൊക്കെ ഹെൽത്തിയാണോ, ഫീഡൊക്കെ കൊടുക്കുന്നുണ്ടോ എല്ലാം നോക്കാം. സാധാരണ മുൻപെല്ലാം ഞാൻ കലക്സുകളൊക്കെ ഉപയോഗിച്ചിട്ടും നമ്മുടെ ഇതിലേക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ഒരു മുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സാധാരണ റോയൽ സ്റ്റാർ ഏവിയറിയൻ ഇമ്പോർട്ടേഴ്സിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഈ കാണുന്ന ഫാൻസി പീജിയൻസിൻ്റെ ഒരു ഫാം. തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ഒരു ഘട്ടത്തിൽ വരാം. ഓക്കെ, നന്ദി, നമസ്കാരം.